രഞ്ജിത്ത് എന്ന് പറയുന്ന സുഹൃത്ത് നൽകിയ പുലിപ്പല്ല് പിന്നീട് തൃശൂരിൽ കൊണ്ടുപോയി ജുവലറിയിൽ കൊണ്ടുപോയി അത് ലോക്കറ്റാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വേടൻ വനംവകുപ്പിന് കൊടുത്തു. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് പറഞ്ഞു, ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയണേ. എല്ലാം ഒന്ന് തന്നെ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് 2 പുലിപ്പല്ലുകളാണ്. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞത്? യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ സ്വർണ്ണത്തിൽ കെട്ടിയ പുലിപ്പല്ല് പോലെയുള്ള 2 ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ്, വേടൻ ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ 2 യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. അപ്പൊ ഇത് ഒന്നുകിൽ പുലിപ്പല്ല് അതല്ലെങ്കിൽ പുലിനഖം, ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല. അത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക. യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാകും. എന്നെന്തിനാണ് ഇതിന്റെ പിടിച്ചിടുന്നത്? അല്ലാതെ എന്നെ ഇപ്പൊ സഹായിക്കാൻ വേറെ ആരുമില്ല. ഇനി അത് യഥാർത്ഥമല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് പുലിനഖമോ ഡ്യൂപ്ലിക്കേറ്റ് പുലിപ്പല്ലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് സുരേഷ് ഗോപി വ്യക്തമാക്കിയാൽ മതി. എന്തോന്നടാ ഇതൊക്കെ? അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലും നിരവധി ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനൊരു പരാതിയുമായി INTUC-യുടെ ഒരു നേതാവ് ഇപ്പോൾ DGP-യെ സമീപിച്ചിരിക്കുന്നത്. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയായിരിക്കണം. നിയമം മനുഷ്യരെത്രമേൽ വ്യത്യസ്തമായിരുന്നാലും നിയമം അവർക്ക് മേലിൽ തന്നെയായിരിക്കണം. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. All are equal before the law. ഇത് സത്യം സത്യം സത്യം.